നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് IF5 എന്നുള്ള മോളിക്യൂൾ, അയഡിൻ പെൻറ്റാഫ്ലൂറൈഡ് എന്നുള്ള മോളിക്യൂളിനെ കുറിച്ചാണ്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 6 ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുക? ഒക്ടാഹെഡ്രൽ ഫാഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഒക്ടാഹെഡ്രൽ ഫാഷനിൽ ഇതുപോലെ ഒരു ലോൺ പെയറും 5 എന്ത് വന്നിട്ടുണ്ട്, ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വന്നിട്ടുണ്ട്. ആ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിൽ 5 ഫ്ലൂറിൻ ആറ്റംസ് എന്ത് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ഒക്ടാഹെഡ്രൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഒക്ടാഹെഡ്രൽ എന്ന് പറയുന്നത്. 6 കോർണേഴ്സാണുള്ളത് അല്ലേ. അതിൽ 6 കോർണേഴ്സിൽ 5 കോർണറിലും എന്ത് നടക്കും, ആ ഫ്ലൂറിൻ ആറ്റംസ് എന്ത് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യും. അതിൽ ഒരു കോർണറിൽ എന്ത് പറയുന്നത് എന്താവും, ലോൺ പെയർ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പം 6 ഫോം ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഒക്ടാഹെഡ്രൽ. അതിൽ ഒരെണ്ണം ലോൺ പെയർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, സ്ക്വയർ പിരമിഡൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായോ? ഇതിൽ 4 IF ബോൺസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കോർണേഴ്സിൽ വന്നിട്ടിരിക്കും. അതായത് ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സായിട്ട് വന്നിട്ടിരിക്കും. ബാക്കിയുള്ള ഒരു ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്യും, പെർപെൻഡിക്കുലർ, ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ബാക്കി ലോൺ പെയർ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദി ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ലോൺ പെയർ ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോൺ പെയർ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നടക്കും, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആംഗിൾ എങ്ങനെ നോക്കിയേ, ഈ ഒരു ആംഗിൾ വന്നിട്ട് എന്താണ്, 81.9 ഡിഗ്രിയാണ്. ഓക്കെ. ശരിക്കും അത് 90 ഡിഗ്രി ആവേണ്ടതായിരുന്നു. പക്ഷേ ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് നടക്കും, ഈ ആംഗിൾ കുറഞ്ഞിട്ട് 81.9 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ. ഇനി അടുത്തത് IF7. നമുക്കറിയാം അയഡിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ക്രിപ്റ്റൻ 4d10 5s2 എന്താണ് 5s2 5p5 ആണ് അല്ലേ. അപ്പോൾ അയഡിൻ നമുക്ക് എങ്ങനെ എഴുതാം, 4d10 എഴുതിയിട്ട് ബാക്കി 5s2 5p5 എങ്ങനെ എഴുതി. നമുക്കറിയാം എത്ര ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്, 7 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 7 ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. അപ്പോൾ പിയിൽ നിന്നുള്ള PX നിന്നും PY നിന്നുള്ള 2 ഇലക്ട്രോൺസ് പോയിട്ടും കാര്യമില്ല, എസ്സിൽ നിന്നുള്ള എന്ത് വേണം, ഒരു ഇലക്ട്രോണും ഡിയിലോട്ട് പോകണം. മനസ്സിലായോ? എന്നാലും നമുക്ക് 7 ഹാഫ് ഫീൽഡ് ആയിട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നോക്കിയേ, ഒരു sp3d3 കണ്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എസ്സിലും ഒരെണ്ണം, പിയിലും 3 ഡിയിലും 3. മനസ്സിലായോ? അപ്പോൾ എന്താ ഹൈബ്രിഡൈസേഷൻ, sp3d3 അങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. എത്ര എണ്ണം ഫോം ചെയ്തു, 7 sp3d3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു അല്ലേ. അപ്പോൾ 7 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്കറിയാം, 7 ബോണ്ട് പെയർ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും, പെൻറ്റഗണൽ ബൈപിരമിഡൽ അങ്ങനെയായിരിക്കും അല്ലേ. 7 ബോണ്ട് പെയർസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കിയേ, 5 പെൻറ്റഗണലിൻ്റെ കോർണേഴ്സിലും 2 ബോണ്ട് പെയർ എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ട്. ഈ പെൻറ്റഗണലിൻ്റെ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് 2 ബോണ്ട് പെയർ നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പെൻറ്റഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ് വരുന്നത്. ഇനി അതിൻ്റെ ആംഗിൾ എങ്ങനെ വരിക, ഈ പെൻറ്റഗണലിലുള്ള എല്ലാ IF ആംഗിൾസ്, IF ആംഗിളും എന്താണ് 72 ഡിഗ്രിയും, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആളുമായിട്ട് എന്താണ് 90 ഡിഗ്രിയാണ്. ആക്സിയൽ ബോണ്ടുമായിട്ട് എന്താണ് 90 ഡിഗ്രിയും, ഈ പെൻറ്റഗണിലുള്ള എല്ലാ ആംഗിളുമായിട്ട് എന്താണ്, ബോണ്ടുമായിട്ട് എന്താണ് 72 ഡിഗ്രിയാണ് എന്ത് വരുന്നത്, ആംഗിൾ വരുന്നത്. അപ്പോൾ IF7 നമ്മൾ പഠിച്ചു, IF5 പഠിച്ചു അല്ലേ, IF5 പഠിച്ചു, അതുപോലെ ICl3 പഠിച്ചു, അതുപോലെ തന്നെ ClF3 പഠിച്ചു. ഓക്കെ അല്ലേ.